ദിവസം ഒരു 2500 രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സീസൺ ഉൾപ്പെടെ നല്ല ഒരു ട്രെൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഫ്രോസൺ സ്നാക്സ് എന്നുള്ളത്. മൊത്തത്തിൽ ഫ്രോസൺ ഫുഡ് പ്രൊഡക്റ്റ് എന്നുള്ളത് നല്ല ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഫ്രോസൺ സ്നാക്സ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. നല്ല ചെറിയ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ ഫ്രോസൺ സ്നാക്സ് എന്നുള്ളത് നമുക്കറിയാം, നമ്മൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്തെടുക്കാൻ കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് പ്രത്യേകമായിട്ട് വലിയ ഒരുക്കങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന സൂപ്പർ ബിസിനസ്സാണ് ഈ ഫ്രോസൺ സ്നാക്സ് എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ ഈ ഫ്രോസൺ സ്നാക്സിൻ്റെ ഒരു ഡിമാൻഡും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാലോ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ചായക്കടകൾ പോലെയുള്ള, അല്ലെങ്കിൽ ഒരുപാട് സ്നാക്സ് കൗണ്ടറുകൾ, ഒരുപാട് ഇതുപോലത്തെ സ്നാക്സിൻ്റെ മാത്രം കൗണ്ടറുകളായിട്ട് ഒരുപാട് കൗണ്ടറുകൾ, ചായക്കടകളും പോലുള്ള ഒരുപാട് കൗണ്ടറുകളുണ്ട്, ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾക്ക്, അതേപോലെ തന്നെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ ഇതുപോലെ ഗസ്റ്റുകൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ സംഭവം നമുക്ക് വിൽക്കാൻ കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾക്ക് സ്പോട്ടിൽ ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിനുള്ള ആളുകളെ കിട്ടാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് റെഡി ടു കുക്ക് എന്നുള്ള ലെവലിൽ നമുക്ക് നല്ല രീതിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ നല്ല രീതിയിൽ സ്വീകരിക്കും. കാരണം അവർക്ക് അത് നേരെ എടുത്ത് പാക്ക് പൊട്ടിച്ച് അത് ഫ്രൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമുള്ളൂ അവിടെ വരുന്ന പണി എന്ന് പറയുന്നത്. കാരണം അതിനെ മേക്ക് ചെയ്യുന്ന പണിയോ അല്ലെങ്കിൽ അതിനൊരു പണിക്കാരന് കണ്ടെത്തേണ്ട സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് വിൽക്കാനും അതിനെ നല്ല രീതിയിൽ സെല്ല് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇതിൻ്റെ ആ ഒരു നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡറുകൾ കിട്ടും. അതേപോലെ തന്നെയാണ് നമുക്കറിയാലോ, ഈ കാറ്ററിങ് സംഭവങ്ങളിലൊക്കെ, കാറ്ററിങ് മേഖലകളിലൊക്കെ നമുക്കിത് നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ കഴിയും. അപ്പോൾ കൂടുതൽ നമ്മൾക്ക് ഇതിൽ എന്തൊക്കെ നമുക്ക് ഈ സ്നാക്സ്, ഫ്രോസൺ സ്നാക്സിൽ നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ കട്ട്ലേറ്റ്, അതേപോലെ തന്നെ സമൂസ, അത് ചിക്കനിലുണ്ട്, വെജ് ഉണ്ട്, അതേപോലെ തന്നെ സ്പ്രിങ് റോൾസ്, അതും ഇതേപോലെ തന്നെ വെജിറ്റബിൾ റോൾസ് ഉണ്ട്, ചിക്കൻ റോൾ ഉണ്ട്, ബീഫ് റോൾസ് ഉണ്ട്, എഗ് റോൾസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് റോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നഗറ്റ്സ്, അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഇതേപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, ഇതൊക്കെ നമുക്ക് ഫ്രോസൺ ആയിട്ട് കൊടുക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെയാണ് ഫിഷ് കട്ട്ലേറ്റ്, അതേപോലെ ഫിഷ് ഫിംഗർ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫ്രോസൺ ആയിട്ട് എടുത്തിട്ട്, കാരണം നമ്മൾ മേക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് നല്ല പാക്കിങ്ങിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് വിപണിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട ലൈസൻസ് എന്ന് പറയുന്നത് നമുക്ക് FSSAIയുടെ ലൈസൻസ് എടുക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പരിധിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസ്, നമുക്ക് ട്രേഡ് ലൈസൻസ് എടുക്കണം. ഇപ്പോൾ ഈ GST നമുക്കറിയാമല്ലോ, നമുക്കത് വലിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്, വലിയ രീതിയിലൊക്കെ ആവുമ്പോൾ നമുക്ക് GST ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്കൊരു ബ്രാൻഡ് നെയിം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. കാരണം അത് നമുക്ക് ഭാവിയിൽ ആവശ്യം വരുന്നൊരു സംഭവമാണ്. നമ്മളൊരു നെയിം, ഇപ്പോൾ ഒരു പേര്, എന്തായാലും നമ്മൾക്കൊരു സ്ഥാപനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് പേര് കണ്ടെത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഈ ഒരു പേര് കണ്ടെത്തി പല ആളുകളും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു സെയിം പേര് തന്നെ മറ്റു ആളുകൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടോ അറിയാതെയോ ഈ പേരുകൾ എടുത്ത് ഉപയോഗിച്ച് അവരുടെ ബിസിനസ്സിലേക്ക് ഉപയോഗിച്ച് അവർ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഈ പേര് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേര് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഭാവിയിൽ നമ്മൾ ബിസിനസ് കുറച്ചും കൂടി വൈഡായി വലിയ രീതിയിലേക്ക് വളരുകയാണെന്നുണ്ടെങ്കിൽ ഈ പേര് നമുക്ക്
ഉപയോഗിക്കാൻ കഴിയും, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ മിഷനറീസാണ്. ഇപ്പോൾ ഈ പറയുന്ന മിഷനറീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനും അതിന് സ്റ്റോർ ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ് ഫ്രീസർ വേണം, അതേപോലെ തന്നെ ഒരു ഗ്രൈൻഡർ വേണം, പിന്നെ അതേപോലെ തന്നെ കട്ടിങ് ടൂൾസാണ്, അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ, അതേപോലെ തന്നെയാണ് സീലിംഗ് മെഷീന്, ഒരു ടേബിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഇതൊന്നും ഇപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മേടിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഡീപ് ഫ്രീസർ പോലത്തെ സംഭവം. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ള സംഭവങ്ങളായിരിക്കും നമുക്ക്. അതേപോലെ തന്നെ സീലിംഗ് മെഷീന് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മേടിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ വെജ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിനെ മസാലയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണോ ഓരോ, ഇപ്പോൾ നമുക്കറിയാലോ കട്ട്ലേറ്റിന് ഒരു രൂപമാണ്, റോളിന് വേറൊരു മോഡലാണ്. അപ്പോൾ ഓരോ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ രീതിയിൽ അതിനെ ലൈറ്റ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഫുൾ അതിനെ ബോയിൽ ചെയ്യാതെ അല്ലെങ്കിൽ ഫുള്ളായിട്ട് അതിനെ കംപ്ലീറ്റ് മേക്ക് ചെയ്യാതെ ഒരു ഹാഫ് ബോയിലൊക്കെ നമുക്കതിനെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനെന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി അതിനെ നമ്മൾ തണുപ്പിച്ചെടുത്തതിന് ശേഷം പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഡീപ് ഫ്രീസറിൽ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ ആ ഓർഡർ വരുന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്ത് വിടേണ്ടത്. ഓക്കെ, ഇതിന് നമ്മൾ ഒരു 200 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 1/2 കിലോൻ്റെ ഒക്കെ പാക്കറ്റുകളായിട്ട്, അല്ലെങ്കിൽ ഇനി എണ്ണം കണക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പീസ് കണക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര പീസ് ഒരു പാക്കറ്റിൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്കതിനെ പാക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അതിന് സെല്ല് ചെയ്യാം. പിന്നെ പാക്കറ്റിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രാൻഡ് നെയിം, അതേപോലെ തന്നെയാണ് നമ്മൾ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും വെക്കുക, അതേപോലെ ഈ ഫ്രീസറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെക്കണം. നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ടുള്ള പാക്കറ്റിൽ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നല്ല ആളുകൾക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക അട്രാക്ഷൻ ഫീൽ ചെയ്യും, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള, അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി ഭാഗങ്ങളും ഒരു സൈഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കസ്റ്റമേഴ്സിന് അതിനെ കാണുന്ന രീതിയിൽ എന്താണ് ഐറ്റം എന്നെങ്കിൽ അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഭാഗം ഒരു ചെറിയ രീതിയിൽ ഫ്രീ ആക്കിയിടുക. അപ്പോൾ ആളുകൾക്ക് അതിന് കണ്ട് വാങ്ങാൻ കഴിയും. പിന്നെ ഇത് എവിടേക്കാണ് നമ്മൾക്ക് വിൽക്കാൻ കഴിയുന്നുള്ളതാണ് നമുക്കറിയാലോ. ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാം, അതേപോലെ തന്നെ നമുക്ക് ബേക്കറിയിൽ കൊടുക്കാം, അതേപോലെ തന്നെ ചായക്കടകൾ, ഹോട്ടൽസ്, കാറ്ററിങ്ങുകൾ, അതേപോലെ തന്നെ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ നമുക്കിത് ഓൺലൈനായിട്ട് കൊടുക്കാം. പിന്നെ വാട്സപ്പ് ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഓഫ്ലൈനിലും നമ്മളെ ഓൺലൈനിലും ഓഫ്ലൈനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കിതിന് ബിസിനസ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മളെ വീട്ടിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് വീടിനോട് ചേർന്ന് ചെറിയ റൂമും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ കൗണ്ടർ നമുക്ക് ഇതിനായിട്ട് സെല് ചെയ്യാനായിട്ട് ചെറിയ കൗണ്ടർ പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ചെറിയൊരു ഔട്ട്ലെറ്റ് കൗണ്ടർ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെറിയ കൗണ്ടറുകളും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കിലോ ചിക്കൻക്ക് ഒരു കിലോ ചിക്കൻ കട്ട്ലേറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 220 രൂപയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 350 രൂപ വരെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 120 രൂപ ഒരു kg നമുക്ക് ലാഭമായിട്ട് കിട്ടും. ഡെയിലി ഇതുപോലെ ഒരു 20 കിലോനൊക്കെ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ 2400 രൂപയോളം പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളും മാർക്കറ്റിംഗ് രീതികളും ഉപയോഗിച്ച് നമ്മളിതിനെ സെല്ല് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 2400 അല്ല, ഇതിൻ്റെ ഡബിൾക്ക് നമ്മൾക്കും ഡെയിലി ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ വിജയിപ്പിച്ചെടുക്കാൻ നമ്മൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയും ആൻഡ് ടേസ്റ്റും നമ്മൾ കീപ്പ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡാണ്, കംപ്ലീറ്റ് കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടേസ്റ്റിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. നല്ല വൃത്തിയിൽ ഹൈജീനിക്കായിട്ട് നമ്മൾ സാധനം
ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ദിവസവും നമ്മൾ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓരോ ദിവസവും ഓരോ ടേസ്റ്റ് ആവാതെ എല്ലാ ദിവസവും ഓരോ സെയിം ടേസ്റ്റിൽ സാധനം കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു സാമ്പിൾ പീസ് എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു സാമ്പിൾ പീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് എല്ലാത്തിൽ നിന്നും കുറച്ച് പീസുകളോ അല്ലെങ്കിൽ 1-2 പീസൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പിൾ പീസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ എല്ലാ ഏരിയകളിലേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മേഖലയിലേക്കും ഇതിനെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ പാക്ക് ചെയ്ത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള പാക്കിങ്ങും നല്ല ടേസ്റ്റോടും നല്ല ക്വാളിറ്റിയോടും നല്ല വൃത്തിയോടും കൂടി നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ളൊരു ബിസിനസ്സാണ്. കാരണം നമുക്കറിയാം പല കടകളിലും ഇപ്പോൾ ചായക്കട എടുത്തു കഴിഞ്ഞാൽ ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്നാക്സുകൾ മേക്ക് ചെയ്യാൻ ചിലപ്പോൾ അവിടെ ആളുകളില്ലാത്തൊരു പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഫ്രോസൺ പാക്കറ്റുകൾ അവർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് നാളിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യ സമയങ്ങളിൽ എടുത്ത് ഇതിനെ ഫ്രൈ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു മേക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ ആളില്ലാത്തതിൻ്റെ പ്രശ്നം അവർ നേരിടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് ഫ്രോസൺ പാക്കറ്റുകൾ അവരുടെ അണ്ടറിൽ ഉണ്ടാകുമ്പോൾ തന്നെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് അവർക്ക് അത് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ കഴിയും. പക്ഷേ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഫ്രോസൺ ഐറ്റംസിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മേൽ പറഞ്ഞ പോലത്തെയുള്ള ഇതുപോലുള്ള ചിക്കൻ റോളുകളാണെങ്കിലും കട്ട്ലറ്റ് ആണെങ്കിലും സമൂസ ആണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സ്നാക്സിൽ എന്തൊക്കെയെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രോസൺ ആയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് വേറെയും കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഫ്രോസൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പല സംഭവങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഐഡിയയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റാർട്ടിങ് എന്നോണം നിങ്ങൾക്ക് ഇതുപോലുള്ള 1-2 ഐറ്റംസുകൾ ഒരു 2-3 ഐറ്റംസുകളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ചെറിയ രീതിയിലും ചെറിയ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ കഴിയുന്നുള്ളത് കൊണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, ഉപകാരമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പേജിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബിസിനസ് ആഗ്രഹിക്കുന്ന നിങ്ങളെ കൂട്ടുകാരന്മാർക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.